റെഡിയാണ്, നമുക്ക് പോവാം മോളെ. ആഹാ, അച്ഛനും മോളും കൂടി കടയിലേക്ക് പോകാൻ ഇറങ്ങിയോ? ആ, സമയായി. ഇന്നൊരല്പ വൈകിയോന്നൊരു സംശയം ഇല്ലേ മോളെ? കണ്ടോ, ഞാനൊരു 2 മിനിറ്റ് ലേറ്റ് ആയപ്പോഴേക്കും അവളുടെ മുഖം മാറിയതില്ലേ? മോളെ, ഇന്നുച്ചയ്ക്ക് നീ അമ്പലത്തിൽ നിന്ന് കഴിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അച്ഛൻ കഴിക്കാൻ വരുമ്പോ നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തു വിട്ടേക്കാം. എന്റെ ദേവി, എന്താ ഞാൻ ഈ കേൾക്കണേ? ദേവൂട്ടിക്ക് ഭക്ഷണം ഇവിടുന്ന് തന്നുവിടുകയോ? വെറുതെ അല്ല ഒരു കാക്ക മലർന്നു പറക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടത്. ഓ, നിങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ വീട്ടിൽ പിടിപ്പത് പണിയുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഇവക്കുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ തന്നു വിട്ടേനെ. എത്രയൊക്കെ ആയാലും ഈ കുടുംബത്തിനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവളല്ലേ ദേവൂട്ടി? അതിന്റെ നന്ദിയും കടപ്പാടും എന്നും നിന്നോടുണ്ടാവും മോളെ. ദേവൂട്ടിയുടെ കടമയാ. എന്നാലും അത്രയും പൊന്നും പണ്ടവും ഒക്കെ കിട്ടിയിട്ടും അത് എത്രയാണെന്ന് പോലും നോക്കാതെ ആ ഗഗന് കൊടുത്ത് അയാളുടെ ഏർപ്പാട് ഒഴിവാക്കിയില്ലേ? അത് ദേവൂട്ടിയുടെ വലിയ മനസ്സ് തന്നെയാ. അതെ, എന്റെ മോളുടെ വലിയ മനസ്സ് തന്നെയാ ഇന്ന് നമ്മൾ എല്ലാവരും സുഖമായും സന്തോഷമായും ഈ വീട്ടിൽ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് പരാതിയുണ്ട് കേട്ടോ. അവന് കൊടുക്കാനുള്ള തുകയുടെ ഇരട്ടി തുകയുടെ പൊന്നും പണവും ഉണ്ടായിരുന്നു അതിനകത്ത്. അത്രയൊന്നും അവന് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അതിന്ന് കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഒരു കണക്കിനത് നന്നായി മോളെ. വീതം വെച്ച് കൊടുക്കാതെ അത് മുഴുവൻ അവന് കൊടുത്ത് ആ ബാധ്യത ഒഴിവാക്കിയല്ലോ. അവന്റെ ശല്യം ഇനി കുടുംബത്തുണ്ടാവില്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോ അവന് കൊടുത്തൊന്നും അധികമാവില്ല. എന്തുമതി? ഞാൻ ഏതായാലും അതങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവനെ കാണുമ്പോ അതിന്റെ 1/3 ഭാഗം തിരിച്ചു ചോദിച്ചാലോ എന്ന് ആലോചിക്കുന്നേ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവന് കൊടുത്തത് കൊടുത്തു. ഇനി അത് തിരികെ ചോദിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്ത അതിന്റെ പേരിലാവും അവൻ വീണ്ടും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളെ ശല്യം ചെയ്യാൻ വരിക. ആ, പോയതോ പോയി. ഇനിയും എന്റെ ദേവി നിനക്കിതുപോലെ ഒരുപാട് സ്വത്തും സമ്പാദ്യവും ഒക്കെ തരട്ടെ. ദേ, ഇനി അങ്ങനെ ആരെങ്കിലും തന്നാ ഇവിടെ നിങ്ങൾ 2 പെൺകുട്ടികളുള്ള കാര്യം മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മതി ആൾക്കാരെ സഹായിക്കലൊക്കെ. എന്നാ ശരി മോളെ, നമുക്കിറങ്ങാം. വാ, ഞങ്ങൾ പോയി ചേരാം. വാ, പോയിട്ടോ മോളെ. എന്റെ ദേവി. ആരാ മോളെ? നിനക്ക് പൊന്നും പണ്ടൊക്കെ തന്ന ആ അമ്മയോ? വരൂ വരൂ അമ്മേ, വരൂ. ഇതായിരുന്ന നിന്റെ വീട്? ഞാൻ കൊറേ അന്വേഷിച്ചു കേട്ടോ. അമ്മയെ കാത്ത് മോൾ ഒരുപാട് നേരം അവിടെ നിന്നിരുന്നു. ഒടുവില് ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോഴാ അവൾ ഇങ്ങോട്ട് പോകുന്നത്. ഒന്നും പറയണ്ട കുഞ്ഞെ. ദേവിയെ തൊഴുതു നിന്നപ്പോ ഞാൻ എല്ലാം മറന്നു. എത്ര നേരം അവിടെ നിന്നോന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ദീപാരാധന തൊഴുതിട്ട് വരണോന്ന് കരുതിയതാ. പിന്നെ അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചപ്പോഴാ ആ സന്നിധിന്ന് ഇറങ്ങാൻ തോന്നിയത്. ആ മോളെ, എന്തായാലും നിന്നെ നിന്റെ വീടും കണ്ടല്ലോ. അമ്മയ്ക്ക് സമാധാനായി. ഇവരാണോ നിനക്ക് പൊന്നും പണവും തന്നത്? അമ്മേ, അയ്യോ, അകത്തേക്ക് വരൂ. വന്ന കാലം നിൽക്കാതെ വരൂ വരൂ വരൂ. സൂക്ഷിച്ച് കേറി അമ്മേ. വന്നാട്ടെ. ഇരിക്കെ.
കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട. മോളെ, നിന്നെ ഞാൻ ഇന്നലെ ഏൽപ്പിച്ച സഞ്ചി എവിടെ? അതിങ്ങെടുത്തോണ്ട് വാ.